ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹാഫ് kg കേക്കാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇത് നമുക്കാണെങ്കിൽ 3 ലെയേഴ്സ് ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാണ് കേട്ടോ. 3 ഇഞ്ച് കേക്ക് ടിന്നാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. നമുക്കാണെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി റിച്ച് ആയിട്ടൊരു ടേസ്റ്റ് ഇട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീമിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്രീം കൊണ്ട് നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. സൈഡിലോട്ട് ബോർഡർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതുപോലെ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഷുഗർ സിറപ്പ് 1:2 റേഷ്യോയിൽ വേണം ചെയ്യാനായിട്ട്. 2 കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ എടുക്കുവാണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എടുത്ത് വേണം നമുക്ക് അത് ഐസിങ് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്കാണെങ്കിൽ ഇത് ഡ്രിപ്പായിട്ട് ചെയ്യാനാണെങ്കിൽ 1:1 1 കപ്പ് ചോക്ലേറ്റിന് 1 കപ്പ് ക്രീം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഡ്രിപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനകത്ത് 1 ടീസ്പൂൺ ബട്ടറോ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലേസ് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഗ്ലേസ് ഇല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി, നല്ല ഷൈനിങ് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമുക്കാണെങ്കിൽ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇതുപോലെ ബോർഡർ വെച്ച് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് നന്നായി നിറച്ച് കൊടുക്കുന്നുണ്ട്. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കും. നല്ലൊരു അടിപൊളി റിച്ചായ ടേസ്റ്റ് കേട്ടോ വരുന്നത്. ഇതിന് വേണ്ടി നല്ലൊരു അടിപൊളി റിവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ 3rd ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഷുഗർ സോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രം കോട്ട് ചെയ്തിട്ട് എപ്പോഴും നമുക്കൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാവുള്ളൂ. ക്രം കോട്ട് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെയാണെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടത്തുമില്ല. പിന്നെ കുറേ സമയം എടുക്കും കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ ഫ്രിഡ്ജിൽ. അതിന് ശേഷം വേണം. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പിന്നെ ചോക്ലേറ്റ് കേക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും. എൻ്റെ ആണെങ്കിൽ ഇവിടെ തണുപ്പായ കാരണം കൊണ്ട് പുറത്തിരുന്നതിന് സെറ്റായിരുന്നു. എന്നാലും ഞാൻ ഒരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെറ്റാവാനായിട്ട്. അപ്പോൾ അതായത് നന്നായിട്ട് എവിടെയൊക്കെ ക്രീം ഇല്ലെന്ന് തോന്നുന്നു വെച്ചാൽ അവിടെയൊക്കെ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്തിട്ട് ഞാൻ 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അതും ഞാനാണെങ്കിൽ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷുള്ള ക്രീം കൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കേക്കായിരുന്നു കേട്ടോ. അവർക്ക് കളറൊന്നും ഒത്തിരി ഇഷ്ടമില്ല കഴിക്കാനായിട്ട്. സിമ്പിളായിട്ട് കൂടുതലും ചോക്ലേറ്റ് കേക്ക് തന്നെ എൻ്റെ അടുത്ത് ഓർഡർ, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർഡർ അവർ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് കളറുള്ള ക്രീമുള്ള കേക്ക് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെ ചെയ്യുന്നത്. പക്ഷേ കാണാനും നല്ലൊരു അടിപൊളി ലുക്കുമായിരിക്കും, ടേസ്റ്റ് വൈസും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമുക്കാണെങ്കിൽ കണ്ട എത്ര പെട്ടെന്ന് നമ്മൾ ഫിനിഷിങ് ചെയ്തെടുത്തത്. ക്രീം നന്നായിട്ടൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫും കൊണ്ട് വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട്. എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം സ്ക്രാപ്പറും കൊണ്ട് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് ആണെങ്കിൽ ഫിനിഷിംഗ് ആയി കിട്ടും. സൈഡിലൊരു ബോർഡർ സ്ക്രാപ്പർ ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. മേളിൽ കൂടെ ഒത്തിരി ഫിനിഷിങ് ചെയ്യുന്നില്ല. നമ്മൾ മേളിലാണെങ്കിൽ മൊത്തം ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് മൊത്തം നിറയ്ക്കാനുള്ളതാണ്. പിന്നെ മേളിൽ കൂടെ ആണെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ പാലറ്റ് നൈഫ് ഡിസൈൻ വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നേരെ കേക്ക് ലെവലിലായിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഫൈനൽ ലുക്ക് കാണാനൊരു നല്ലതായിരിക്കും. അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ കിറ്റ് കാറ്റും ഓറിയോ ബിസ്ക്കറ്റും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. മറന്നുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ പറഞ്ഞു കൂട്ട് ലൈക്ക് ചെയ്യാം. മറന്നുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.